ഇന്ന് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ എടുത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു ടോപ്പിക്? നമ്മുടെ ട്രപ്പീസിയം, ഏരിയ ഓഫ് പാരലോഗ്രാം. അതൊരു പ്രോബ്ലം ആയിരുന്നല്ലോ. അതെ. If its base and height are 6.1 and 20.8 mm. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എന്താ? സാറ്റർഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? പാരലോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ട്രപ്പീസി എടുത്തു. അതിനുശേഷം നമ്മൾ റോംബസിൻ്റെ പ്രോബ്ലം ചെയ്തു അല്ലേ? അത് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് തന്നിട്ട് ആകെ 3 പേര് മാത്രമാണ് ഹോംവർക്ക് ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞിട്ട് വേറെ ആരും അയച്ചിട്ടില്ല. ആകെ 3 പേര് മാത്രമേ സബ്മിറ്റ് ചെയ്തുള്ളൂ. അതെന്താ? ക്ലാസ് കേൾക്കാൻ തന്നെ പറ്റിയിട്ടില്ല. ഓക്കെ. ബാക്കിയുള്ളവരോ? മാത്സിൻ്റെ കാര്യത്തിൽ ഒരു ഉഴപ്പും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഒക്കെ നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും വായിച്ച് പോവാം. മാത്സ് നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ചെയ്ത് പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ ഒരു ഉഴപ്പും കാണിക്കരുത്. അപ്പോൾ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ ഓഫ്ലൈൻ റെക്കോർഡർ ക്ലാസ് കേൾക്കുക, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത് വരുന്ന പോർഷനാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോണേ. നോക്കാം. എന്താ വരുന്ന ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ട്രയാങ്കിളിൻ്റെ ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാവിംഗ് സൈഡ്സ് 5 cm, 6 cm ആൻഡ് 8 cm. എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ സൈഡുകൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? എത്ര? 3 സൈഡ്സ് അല്ലേ? 3 സൈഡ്സ് ഉള്ള ഒരു ഫിഗറാണ് എന്ത്? ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 3 സൈഡുകൾ തന്നിട്ടുണ്ട്, 5, 6 ആൻഡ് 8. അപ്പോൾ ആ ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? ട്രയാങ്കിൾ അല്ലേ? ഇങ്ങനെ ആവണമെന്നില്ല. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണെന്ന് വിചാരിക്കും. എന്താണ്? ഒരു സൈഡ് എത്രയാണ്? 5, 6 ആൻഡ് 8 അല്ലേ? ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ ഉള്ളത്. 5 cm, 6 cm ആൻഡ് 8 cm. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈക്വൽ ആംഗിൾ അല്ല. വേറെന്താണ്? 3 സൈഡും ഡിഫറെൻ്റ് ആണ് അല്ലേ? 3 സൈഡ്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ 3 സൈഡ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മളിതിനു മുമ്പ് പാരലോഗ്രാമത്തിൻ്റെ കേസ് ചെയ്തപ്പോൾ പാരലോഗ്രാമത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണതിൽ നമ്മൾ പറഞ്ഞു, പാരലോഗ്രാമത്തിന് ഇങ്ങനെയാണ് പാരലോഗ്രാം ഇരിക്കുക. ആ പാരലോഗ്രാമത്തിന് നമ്മളിങ്ങനെ ആക്കണു. അപ്പോൾ ഇതെന്താണ്? 3 സൈഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 സൈഡ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇക്വേഷൻ? ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഇക്വേഷൻ ഓർമ്മയുണ്ടോ? അല്ലേ? 3 സൈഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഇതിൽ A, B, C എന്താ?
പറഞ്ഞ എയും ബിയും സിയും എന്താ? ഓരോ വശങ്ങളാണ്. എത്രയൊക്കെ വരുന്നത്? 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ അല്ലേ? എയും ബിയും സി എന്ന് പറയുന്നത് എന്താണ്? ഈ 3 സൈഡ്സ് ആണ് അല്ലേ? 5 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ. ഡൗട്ട് ഉണ്ടോ കാര്യത്തിൽ? ഇല്ലല്ലോ. അടുത്തത് എസ് എന്താണ്? എസ് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്ത്? എസിൻ്റെ വാല്യൂ. ക്ലിയർ അല്ലേ? അത് എയും ബിയും സിയും അതുപോലെ എസും ക്ലിയർ അല്ലേ? ഡൗട്ടുള്ളവരുണ്ടോ? നമുക്ക് ഡൗട്ട് വെച്ച് ഈ പ്രോബ്ലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുന്നേ ചോദിക്കുന്നത്. ഡൗട്ടുള്ളതുണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലല്ലോ. അടുത്ത് എന്താണ്? ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്നൊക്കെ അറിയാം. എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. എ എത്രയാ? 5 plus 6 plus 8 divided by 2 എത്ര വരും? എത്ര വരും? 19/2 ആവും. ഏതായാലും വെട്ടി കളയാൻ പറ്റുമോ? പറയ എത്ര വരിക? 19/2 എത്ര വരും? സ്ക്രീൻ പോയോ? സ്ക്രീനില്ല. 19/2 എന്ന് പറയുമ്പോൾ 9.5 വരും. ശരിക്കും എസ് എന്താണ് ശരിക്കും? അപ്പോ പോയോ? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സെമി സർക്കംഫറൻസ് ആണ്. ഒരു മിനിറ്റ്. ഇതൊരു ട്രയാങ്കിള്. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരിക? അല്ലെങ്കിൽ സർക്കംഫറൻസ് എത്രയായിരിക്കും? ഈ 3 വശങ്ങളും കൂടി കൂട്ടുന്നതായിരിക്കും അല്ലേ? അതിൽ ഡൗട്ടുണ്ടോ? ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ സർക്കംഫറൻസ്, ചുറ്റുള്ള അളവ് എങ്ങനെയായിരിക്കും? ഈ 3 സൈഡും കൂടി കൂട്ടുന്നതായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതിനെയാണ് നമ്മൾ എന്ത് പറയുക? എസ് എന്ന് പറയുക. എസ് ഇസ് ഈക്വൽ ടു എന്താ? സെമി സർക്കംഫറൻസ്. മനസ്സിലായോ? ഞാനത് എടുത്ത ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇടയിലൊരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് എസ് എന്താണെന്നുള്ളത്. ഓക്കെ, സെമി സർക്കംഫറൻസ്. സർക്കംഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 സൈഡും കൂട്ടുന്നതാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 3 സൈഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ
ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇപ്പം എന്താണ് വരുന്നത്? 9.5 ആണ് വരുന്നത് എസിൻ്റെ വാല്യൂ. ഇനി ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തൂടെ? എസ് അറിയാം, എ അറിയാം, ബി അറിയാം, സി അറിയാം. എന്ത് വരും? എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ്. എസിൻ്റെ വാല്യൂ എത്രയാ? 9.5. പിന്നെന്താണ് വരുന്നത്? എസ് മൈനസ് എ അല്ലേ? 9.5 മൈനസ് 5 ഇൻറ്റു എസ് മൈനസ് ബി. 9.5 മൈനസ് എത്ര വരും? ബിയുടെ വാല്യൂ 6. പിന്നെ എത്ര വരിക? 9.5 മൈനസ് 8 അല്ലേ? അപ്പം എന്താ വരിക ആൻസർ? റൂട്ട് ഓഫ് 9.5 ഇൻറ്റു 9.5 മൈനസ് 5 എത്ര വരും? 4.5. 4.5. (9.5 minus 6) 3.5. 9.5 minus 8 1.5. 1.5. ഇനി ഇതൊക്കെ കൂടി ഗുണിക്കുമ്പോൾ എന്ത് വരും? 9.5 ഇൻറ്റു 4.5 ഇൻറ്റു 3.5 ഇൻറ്റു 1.5 എത്രയായിരിക്കും ആൻസർ വരിക? 224.4. റൂട്ട് 224.4 4375. ഇതിൽ റൂട്ട് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുക? 14.98. 14.98 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ അല്ലേ? സ്ക്വയർ വരും. ഓക്കെ, ക്ലിയർ ആയോ പ്രോബ്ലം? നമ്മൾ ഈ പ്രോബ്ലം തന്നെ ചെയ്തിട്ടുള്ളതാണ്. പാരലോഗ്രാമത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിത് ചെയ്തിട്ടില്ലേ? ഡൗട്ടുണ്ടോ ഇതിൽ? ഡൗട്ടുണ്ടോ? ഇല്ല, ഓക്കെ ആണല്ലോ. അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം എന്താ വരുന്നത്? നോക്കിയേ. ഫൈൻഡ് ദി ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ whose side is 6. എന്താണ്? ഇക്വിലാറ്ററൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ്. സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത് അല്ലേ? നമുക്ക് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? പ്രത്യേകത? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും അല്ലേ? അതിൻ്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആണ്. പിന്നെന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എന്താ? ഏരിയ ആൻഡ് പെരിമീറ്റർ. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പറഞ്ഞേ.
ഏരിയ ഈക്വൽ ടു എന്താ ഇക്വേഷൻ പറഞ്ഞേ? ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. സോഫിയ, എന്താ ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? സോഫി ഇല്ലേ ക്ലാസ്സിൽ? റൂട്ട് ഓഫ് എന്താ? അതെന്താ? അത് ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലല്ലോ. അത് 3 സൈഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഞാൻ ചോദിക്കുന്നത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ 3 സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എന്താ? വേറെ ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ആ, റൂട്ട് 3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ. സൈഡ് സ്ക്വയർ എന്ന് തന്നെ പഠിച്ചോട്ടാ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇക്വേഷൻ നോട്ട് ചെയ്ത് പോവാ. ഒരു തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ട്രയാങ്കിൾസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. നോട്ട് ചെയ്യാട്ടോ. ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് 3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ ആണ് വരുന്നത്. റൂട്ട് 3/4 സൈഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 6 സ്ക്വയർ അല്ലേ? ഇതെങ്ങനെ ചെയ്യാം? റൂട്ട് 3യുടെ വാല്യൂ എത്രയാ? റൂട്ട് 3യുടെ വാല്യൂ റൂട്ട് 3 = 1.732 അല്ലേ? ഇതൊരു കള്ളി വരച്ചിട്ട് എഴുതാട്ടോ. എത്ര വരും? 1.732 ഇൻറ്റു 6ൻ്റെ സ്ക്വയർ. 6 ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36. വാല്യൂ എങ്ങനെ വരും പറഞ്ഞേ? ആദ്യം ഡിവൈഡഡ് ബൈ ചെയ്യുക, അതിന് ശേഷം ഇൻറ്റു ചെയ്യുക. എത്ര വരും? ഇത് പറഞ്ഞേ. 1.732 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്ര വാല്യൂ കിട്ടുക? 0.433 0.433 ഇൻറ്റു 36 എത്ര വരും? 15.588 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. റൂട്ട് 3ക്ക് മാത്രമേ ബാധകമുള്ളൂ. എന്ത്? ഡിവൈഡഡ് ബൈ 4. അതെ, 3.4 എന്ന് പറയുമ്പോൾ നമ്മള് ബോർഡ് മാസ് റൂള് പഠിച്ചിട്ടില്ലേ? എടുക്കുന്നത് 3ക്ക് മാത്രമേ. ആ, റൂട്ട് 3ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് റൂട്ട് 3 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? അതല്ലാന്നുണ്ടെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ 3/4 എഴുതും. റൂട്ട് 3/4 എന്നാ പറയാ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? ഇത് നമ്മൾ ഇക്വേഷൻ പറയണത് എന്താ? റൂട്ട് 3/4 അല്ലേ? റൂട്ട് 3 കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ 4 എന്നാ പറയണേ. ഇതാണെങ്കിൽ നമ്മൾ എന്താ പറയാ? റൂട്ട് 3/4. മനസ്സിലായി? രണ്ടും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇക്വേഷൻ റൂട്ട് 3/4 ആണ്. അപ്പം ഇങ്ങനെ എഴുതും.
√3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എ സ്ക്വയർ. അതാണ് നമ്മുടെ ഇക്വേഷൻ. അതല്ലാത്തതാണെങ്കിൽ എങ്ങനെ പറയാ? √3/4 ഇങ്ങനെ പറയാം. എഴുതുന്നത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. √3/4 അങ്ങനെ പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? ഏരിയ കണ്ടുപിടിച്ചു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ടുപിടിക്കാൻ. പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിലും പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എന്ന് പറഞ്ഞാൽ 3 സൈഡും കൂടി കൂട്ടുന്നതാണ്. 3 ഇൻറ്റു എ എന്താണ്? 3a എന്ന് പറയും അല്ലേ? 3a എന്താണ്? നമുക്ക് ഒരു സൈഡ് അറിയാം 6 ആണ്. അല്ല 3 ആദ്യം എഴുതട്ടെ കേട്ടോ. 3 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാ? a is equal to 6 ആണ് വരുന്നത്. അപ്പം എത്ര വരും? 3 ഇൻറ്റു 6 is equal to 18 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ഇതില്? അടുത്ത പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം കഴിഞ്ഞു കേട്ടോ. അടുത്ത പ്രോബ്ലം എന്താ വരുന്നത്? A triangle of plot land has 3 sides of length 16 meter, 18 meter and 20 meter. Find its area. എന്താ ക്വസ്റ്റ്യൻ? ട്രയാങ്കിൾ സൈസിൽ വരുന്ന ബ്ലാങ്ക് ആണോ? ഇപ്പോൾ വരും കേട്ടോ. നോക്കി എന്താ? ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താ? ട്രയാങ്കിൾ ആയിട്ടുള്ള ഷേപ്പാണ് വരുന്നത്. എന്താ? ട്രയാങ്കിൾ ആയിട്ടുള്ള ഷേപ്പാണ് വരുന്നത്. സ്ക്രീൻ പോയോ? സ്ക്രീൻ പോയോ? ട്രയാങ്കിൾ ആയിട്ടുള്ള ഷേപ്പിലാണ് എന്ത് എടുക്കുന്നത്? ആ പ്ലോട്ട് എടുക്കുന്നത്. ആ പ്ലോട്ടിൻ്റെ ട്രയാങ്കിൾ ആയിട്ടുള്ള സൈഡുകളുടെ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 16 മീറ്റർ, 18 മീറ്റർ ആൻഡ് 20 മീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ആ ട്രയാങ്കിൾ ആയിട്ടുള്ള പ്ലോട്ടിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 16 മീറ്റർ, 18 മീറ്റർ ആൻഡ് 20 മീറ്റർ. ഏരിയ കണ്ടുപിടിച്ചൂടെ? 3 സൈഡ്സ് തന്നിട്ടുണ്ട്. 3 സൈഡ് എന്താണ്? ഡിഫറെൻ്റ് ആണല്ലേ? ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈഡാണ് തന്നിട്ടുള്ളത്. എന്നാലും നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? എന്താ വരിക ഇക്വേഷൻ? നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ളത് എഴുതാം. എ ബി സി തന്നിട്ടുണ്ട് അല്ലേ? 16 മീറ്റർ, 18 മീറ്റർ ആൻഡ് 20 മീറ്റർ. ഇത്രയല്ല ലെങ്ത്ത് തന്നിട്ടുള്ളത്? 16, 18 ആൻഡ് 20. ഇത്രയാണല്ലോ. എ ബി സി അറിയാം. എസ് എങ്ങനെ കണ്ടുപിടിക്കുക? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 16 പ്ലസ് 18 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 2. എത്ര ആൻസർ വരിക? 54/2. 27 സെൻറ്റിമീറ്ററിലാണ്. 27. ഓക്കെ, ഇനി ഇക്വേഷൻ കൊടുക്കാം. ഏരിയ ഈക്വൽ ടു √S ഇൻറ്റു S മൈനസ് എ ഇൻറ്റു S മൈനസ് ബി ഇൻറ്റു
എസ് മൈനസ് സി. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടണം കേട്ടോ ഈ ഇക്വേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പറഞ്ഞ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതിൽ എന്താണ് വാല്യൂസ് ഇട്ട് കൊടുക്കാം. കൊടുത്തൂടെ? എത്രയാണ് വരിക? റൂട്ട് ഓഫ് എസിൻ്റെ വാല്യൂ 27 ഇൻറ്റു എസ് മൈനസ് എ 27 മൈനസ് 16, എസ് മൈനസ് ബി 27 മൈനസ് 18, എസ് മൈനസ് സി 27 മൈനസ് 20. എത്ര വരും? 27 into 11 into 9 into 7. 11 into 9. 11 into 11 9 into 7. 7. Root of 27 into 11 into 9 into 7. എത്ര വരും? റൂട്ട് 18711 അല്ലേ? 18711 അല്ലേ? റൂട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വാല്യൂ കിട്ടുക? 136.788 മീറ്റർ സ്ക്വയർ. മീറ്റർ അല്ലേ? ഓക്കെ ആണോ? ഡൗട്ട് വല്ലതുണ്ടോ? ഇല്ല. അടുത്ത പ്രോബ്ലം നോക്കാം. ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്കിയേ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇഫ് ഇറ്റ്സ് ബേസ് ഈസ് 18 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ബേസ് 8 സെൻറ്റിമീറ്ററും ഹൈറ്റ് 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. എന്താ ട്രയാങ്കിൾസിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? നോർമലി ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇതാണ് ഇക്വേഷൻ അല്ലേ? ബേസും ഹൈറ്റും തന്നാൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എത്രയാണ് തന്നിട്ടുള്ള? ബേസ് 8 സെൻറ്റിമീറ്റർ. ഹൈറ്റോ എച്ച് ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ അല്ലേ? ഇക്വേഷനിൽ ഇട്ട് കൊടുത്തൂടെ? ഹാഫ് ഇൻറ്റു ബിയുടെ വാല്യൂ. സ്ക്രീൻ പോയോ?
ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്തായിരുന്നു പ്രോബ്ലം? ഏതായിരുന്നു പ്രോബ്ലം? അല്ലേ, ബേസും Find the area of triangle if its base is 8 cm and height is 4 cm. അല്ലേ, ഇതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Half into b into h. h. ബിയുടെ വാല്യൂ അറിയാം 8 ആണ്, എച്ചിൻ്റെ വാല്യൂ അറിയാം 4 ആണ്. ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 1/2 into 8 into 4 എന്ത് വരും? 8 into 4 32 divided by 2 വരും. 2 by 2 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബേസും ഹൈറ്റും തന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 1/2 into b into h ചെയ്യും. സ്ക്രീൻ പോയോ? സ്ക്രീൻ പോയി മാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടേ? ബേസും ഹൈറ്റും തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ ഏതാ ഇടുക? ഏത് ഇക്വേഷനെ ഫോളോ ചെയ്യുക? half into b into h അല്ലേ? ഏരിയ കണ്ടുപിടിച്ചു. 1/2 into 8 into 4 is equal to 32 divided by 2 വന്നു. ആൻസർ എത്ര കിട്ടി? 16. അടുത്ത പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം ക്ലിയർ അല്ലേ? ഡൗട്ട് ഉള്ളവരുണ്ടോ? അടുത്ത പ്രോബ്ലം എന്താണ്? ഫൈൻഡ് ദി ഏരിയ ഓഫ്, സ്ക്രീൻ കാണുന്നുണ്ടോ?